അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എക്സ്പയറായിട്ട് ആളുകളുണ്ട്. 4 മാസം, 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷമൊക്കെ എക്സ്പയറാളുണ്ട്. കുറേ ആളുകൾ കഫാല മാറിയവരുണ്ട്, കുറേ ആളുകൾ കഫാല മാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. എനിക്കവിടെ പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് മാറുകയാണെങ്കിൽ ചെറിയ 4 ആളുടെ മോശമായാലും ശരി, വലിയ മോശമായാലും ശരി, ശരിക്കായാലും ശരി, അതിലേക്ക് മാറുമ്പോൾ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അത് വ്യക്തത വരുത്തുക. കുറേ ആളുകൾ പറയുന്നു, ഞങ്ങൾ ചെറിയ മോശത്തിലേക്ക് 4 ആളുടെ മോശത്തിലേക്ക് മാറിയതായിരുന്നു, ലവില്ലാത്ത മാറുന്ന സമയത്ത് ലവില്ല എന്ന് പറഞ്ഞു, മാറിയ ശേഷം ലവി വന്നു എന്ന് പറഞ്ഞു. എന്താണ് കാരണം? എനിക്ക് പറയാനുള്ളത്, ഈ കഫാല എടുക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ ഇക്കാമയുടെ കോപ്പിയോ മറ്റോ വാങ്ങിയിട്ട് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുക. അവരെ എത്ര മാസം എക്സ്പയറാണ്, എക്സ്പയർ കഴിച്ചിട്ട് പുതിയ എത്ര വാലിറ്റി ഉണ്ടാവും, മാറിയതിന് ശേഷം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് അറിയാത്തടത്ത് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ആ ഏത് മോസസായിക്കോട്ടെ, ശരിക്കായിക്കോട്ടെ, ചെറിയ മോസസായിക്കോട്ടെ, അതിലേക്ക് മാറുമ്പോൾ ആ മോസസയിലുള്ള ഒരാളെ ഇക്കാമയും ഓൾറെഡി എക്സ്പയർ ആകാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് കഫാല എടുക്കാൻ കഴിയില്ല. അതേപോലെ ശമ്പളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇമായത്തിലെ ജോലി അതും ശരിയാക്കണം. മാസത്തിലടക്കുന്ന തമീനാത്ത് കോജിൻ്റെ പൈസ അതും അടക്കണം. 3 മാസത്തിലെ ദരീബ അത് അടക്കണം. വർഷത്തിലെ സക്ക അതും അടക്കണം. ഒക്കെ ക്ലിയർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏത് മോശമായിക്കോട്ടെ, ഏത് ശരിക്കായിക്കോട്ടെ. ഇത് അറിയുന്ന ആളുകളെടുത്ത് പോയി മാറുക. ഇത് അറിയാത്ത ആളുകളെടുത്ത് പോയി മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മാറുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ആളുകൾക്ക് കഫാല മാറുമ്പോൾ ഇതിന് മുമ്പ് തന്നെ എന്ത് ഇക്കാമ എടുത്തിട്ട് അവരെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാതെ മാറിയതിന് ശേഷം പിന്നെ അത് പൈസ വന്നു, ഈ പൈസ വന്നു എന്ന് പറയേണ്ട അവസരം അവിടെ വരുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, കൂടുതലായിട്ടുള്ള എക്സ്പയർ ആളുകൾക്ക് ഏറ്റവും നല്ലത് എക്സിറ്റ് അടിച്ച് പോകാറ് വിസക്ക് വരിക എന്നുള്ളത് ഏറ്റവും നല്ലത്. കാരണം ഭീമമായ സംഖ്യയൊക്കെ വരും. കാരണം ഇക്കാമ നോക്കുമ്പോൾ ലെവിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലെവി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കുറഞ്ഞ ലെവിയുള്ള ഇതൊക്കെ ആണെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അറിയുന്ന ആളെടുത്ത് പോയി മാറുക. പിന്നെ അറിയാത്തവർക്ക് പോയി മാറി കഴിഞ്ഞാണ് ഈ പ്രശ്നം വരുന്നത്. മാറിയ ശേഷം ആ ലെവി വന്നു, ഈ ലെവി വന്നു. അപ്പോൾ ഇവിടെ കമ്പനിയോ മോശമായി കൊണ്ടു നടക്കുമ്പോൾ വളരെ എല്ലാം ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് എല്ലാം ക്ലിയറാക്കി പോകണമെങ്കിൽ ഇവിടെ കമ്പനിയോ മോസസയോ ഇവിടെ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും. അല്ലാത്തവർക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകം ഉറപ്പിക്കുകയാണ്. മറക്കണ്ട. എൻ്റെ സംശയം വിളിക്കാം. സലാം.